ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കൈൻഡ് ഓഫ് സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ട്രാൻസ് ടാസ്മാൻ പാത്വേ വഴി ഓസ്ട്രേലിയയിലോട്ട് എത്തുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നാട്ടിൽ പഠിച്ച് നാട്ടിൽ തന്നെയോ ഇന്ത്യയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഗൾഫ് കൺട്രീസിലോ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന് ഓസ്ട്രേലിയയിലോട്ട് വരാനുള്ള വഴികൾ എന്താണെന്നും കൂടെ നമ്മൾ അതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ്, ഇത് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. എനിക്ക് അതിനെ പറ്റിയിട്ട് ഒത്തന്റിക് ആയിട്ടുള്ള നോളജ് ഒന്നുമില്ല. ഞാനൊരു മൈഗ്രേഷൻ ഏജന്റോ അല്ലെങ്കിൽ ഏജന്റിന്റെ ആൾക്കാരോ ഒന്നും തന്നെയല്ല. ഒരു സാധാരണ നേഴ്സാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളും എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയ വിവരങ്ങളും അതുപോലെ തന്നെ ഞാൻ ഗൂഗിൾ ചെയ്തിട്ടും ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് റിസർച്ച് ചെയ്തതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇതിൽ തെറ്റുകൾ ഉണ്ടാവാം. അങ്ങനെ നിങ്ങൾക്ക് അത് തെറ്റാണ്, ഞാൻ പറഞ്ഞൊരു കാര്യം തെറ്റാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. അത് എനിക്കൊരു അപ്ഡേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ അടുത്താണ്. നിങ്ങൾ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വിമർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് അറിയിക്കുക. എന്തും ഇവിടെ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ പറയുന്നത്, നാട്ടിലെ നഴ്സിംഗ് പഠിച്ച് 450 അവേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു BSc നഴ്സ് എങ്ങനെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു പാത്വേനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവർക്ക് മിനിമം വർക്ക് എക്സ്പീരിയൻസ് ചോദിച്ചേക്കുന്നത്, അതായത് അഫ്ര രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നഴ്സിംഗ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ആവശ്യമായിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ആണ് 450 അവേഴ്സ്. അത് നാട്ടിലോ മിഡിൽ ഈസ്റ്റിലോ എവിടെ വേണേലും ആവാം. പക്ഷെ ആ ഒരു വർക്കിംഗ് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഈ ഒരു ക്രൈറ്റീരിയ, അതായത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സും 450 അവേഴ്സ് ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഫ്രയുടെ സൈറ്റിൽ പോയിട്ട് ഡിസിഷൻ ലെറ്ററിനുള്ള ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പറ്റും. അപ്പം അഫ്രയുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് അതിന്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. അവർ ആദ്യം നമ്മളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യും. അത് സെൽഫ് ചെക്ക് എന്നാണ് അതിന് പറയുന്നത്. അതിന് നമ്മളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസും പിന്നെ ക്രിമിനൽ ചെക്ക്, അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ആണ് അതിലേക്ക് അവർ ചോദിക്കുന്നത്. പിന്നെ അവരുടെ ആ ഒരു ഫീസ് കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ അഫ്ര റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തതിന് ശേഷം നമുക്കൊരു ഡിസിഷൻ ലെറ്റർ വരുവാണ്, അതായത് നമ്മളുടെ ഫർദർ സ്റ്റെപ്പിന് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അത് നമുക്ക് മെയിലായിട്ടാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മെയിൽ വരും. ഒന്നെങ്കിൽ നമ്മൾ ഫർദർ സ്റ്റെപ്പിന് എലിജിബിൾ ആണ് എന്നുള്ള ആ ഒരു മെയിൽ വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതെന്താന്നുള്ളത് ക്ലിയർലി അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളുടെ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണ് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 30 ഡേയ്സ് ആണ്. ആ ഒരു 30 ഡേയ്സിനുള്ളിൽ നമുക്ക് വീണ്ടും റീഅപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മളുടെ ഒരു ഇന്റർനാഷണലി ക്വാളിഫൈഡ് BSc നഴ്സിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ തിയറി എക്സാം പാസ്സാവുക എന്നുള്ളതാണ്. അപ്പൊ തിയറി എക്സാം നിങ്ങൾക്ക് മിക്കവർക്കും അറിയാതിരിക്കും. ഇവര് ചോദിക്കുന്നത് NCLEX എക്സാം ആണ്. അപ്പൊ അത് പാസ്സാവുക എന്നുള്ളത് കുറച്ച് കട്ടിയാണ്, അതൊരു ടാസ്ക് ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മളുടെ ആ ഒരു നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഈസി ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കാവുന്ന ഒരു എക്സാം ആണ്. കുറച്ച് ടഫാണ്, കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും കുറച്ച് ടൈമൊക്കെ എഫേർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം പാസ്സാവാൻ പറ്റും. അപ്പോൾ NCLEX എക്സാം പാസ്സായതിനു ശേഷം ഉള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് OSCE എക്സാം ക്ലിയർ ചെയ്യാന്നുള്ള പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയയിലാണ് ഇതിന്റെ സെന്റേഴ്സ് ഉള്ളൂ. ഇപ്പൊ നമുക്ക് NCLEX-നാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. ബട്ട് ഫോർ OSCE എക്സാം ഇൻ ഓസ്ട്രേലിയ ഇവിടെ ഒരു 2 സെന്റേഴ്സ് ആണുള്ളത്, മെൽബണും പിന്നെ അഡലേഡും. അപ്പൊ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ ഒക്കെ ജോലി ചെയ്യുന്നവര് നമ്മൾ വിസിറ്റ് വിസ എടുത്തിട്ട് ഇവിടെ വന്ന് ഈ ഒരു എക്സാം എഴുതി അത് പാസ്സായി നമ്മൾ തിരിച്ചു പോകണം.
അപ്പം ആ ഒരു ഈ ഒരു പ്രോസസ്സിൽ ഏറ്റവും എക്സ്പെൻസീവും ചാലഞ്ചിങ്ങുമായിട്ടുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഓസ്കി എക്സാമിന് ഇവിടെ വന്നിട്ട് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 സ്റ്റെപ്പുകളും സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഉറപ്പായിട്ടും അഫ്ര രജിസ്ട്രേഷൻ കിട്ടും. അപ്പൊ ആ ഒരു രജിസ്ട്രേഷൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു നേഴ്സായിട്ട്, ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ എലിജിബിൾ ആയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? അത് എല്ലാവർക്കും ഒരേപോലെയാണ്. പിന്നെ നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ നമ്മളൊരു PR വിസ അപ്ലൈ ചെയ്ത് അത് ആൻമാർക്ക് എല്ലാം ചെയ്ത് ആ ഒരു പ്രോസസ്സിൽ കൂടെ വന്നിട്ട് എംപ്ലോയറെ കണ്ടുപിടിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജോബ് സൈറ്റുകളായിട്ടുള്ള മെയിൻ വെബ്സൈറ്റുകളായിട്ടുള്ള സീക്ക്, ഇൻഡീഡ്, ഈ വെബ്സൈറ്റുകളിൽ നമ്മൾ ജോലി നോക്കി നമ്മളൊരു എംപ്ലോയറെ കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് വരിക. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഹെൽത്തിന്റെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട്, ഞാൻ ഇതിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, ഞാൻ കമന്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എംപ്ലോയറെ കണ്ടെത്തി നമുക്ക് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം രജിസ്റ്റേർഡ് നഴ്സായിട്ട് തന്നെ. അപ്പോൾ ഇതാണ് രജിസ്ട്രേഷൻ എടുക്കുന്നവരെ ഉള്ള ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ഫോർ BSc നഴ്സസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി നാട്ടിൽ പഠിച്ചവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതും ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വരുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ പഠിക്കുന്ന ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി 3.5 ഇയർ കോഴ്സിൽ നമ്മൾ ഇവിടുത്തെ RN ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും 5 ആണ്. RN ലെവൽ 5ലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ 7 and above വേണം എന്നാണ് പറയുന്നത്. അതായത് RN ലെവൽ 7 and above ഉണ്ടെങ്കിലാണ് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു എലിജിബിലിറ്റി കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ടാണ് ഈ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് GCAN, GCN അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് കാണുന്നുണ്ട്. ആ ഒരു അത് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഒക്കെ എല്ലായിടത്തും ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയാസിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഡൗട്ട് ഉള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു എക്സാം അതൊരു 6 month പീരീഡ് നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്, ഓൺലൈൻ ആണ്, നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ടും അത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കോഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ ലെവല് ഇവിടുത്തെ ലെവൽ 8 ആയിട്ട് ഹൈ ആവും എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് സുഖമായിട്ട് ഈ ഒരു പാത്ത് വേ ഫോളോ ചെയ്തിട്ട് ഇവിടുത്തെ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് BSc നഴ്സിംഗ് കഴിഞ്ഞവരും ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കഴിഞ്ഞവരും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് അവേഴ്സും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്, അതിനകത്തൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോ ഇത്ര എത്തി. അതാണ് നമ്മളുടെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി വരുന്ന ഡൗട്ടുകൾ ഇതിന്റെ ഒരു എന്താ പറയാ പീരീഡ് ആണ്. എത്ര നാളെടുക്കും, എത്ര നാളുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ്ലി നമ്മളുടെ പേപ്പർ വർക്കിനെ ആശ്രയിച്ചിട്ടിരിക്കും. കാരണം നമ്മൾ ഓരോ സ്റ്റേജും എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടിരിക്കും. ചിലർക്ക് എൻക്ലെക്സ് OSCE ഒക്കെ ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ കിട്ടിക്കോണമെന്നില്ല, കാരണം അത് നല്ല ടഫാണ്. അപ്പൊ അതിനൊക്കെ എടുക്കുന്ന സമയം, നമ്മുടെ ലാംഗ്വേജ് ക്ലിയർ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം, അപ്പൊ ഇതെല്ലാം ഒരു കാലതാമസം വരുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പൊ അതനുസരിച്ചിട്ട് ഇരിക്കും നമ്മുടെ പ്രോസസ്സിങ്ങിന്റെ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിം ഇതിന് പറയാനായിട്ട് പറ്റത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചതിൽ നിന്ന്, ഈ ഒരു പാത്ത് വേ വഴി വന്നവരെടുത്ത് സംസാരിച്ചതെന്ന് മനസ്സിലായിരിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു, പക്ഷേ ഇത് സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ നമ്മൾ UK അല്ലെങ്കിൽ അയർലൻഡിൽ നിന്ന് ട്രാൻസ് ടാസ്മാൻ പാത്ത് വേ വഴി വരുന്ന ആ ഒരു എളുപ്പം ഇതിൽ ഇല്ല. പറയുന്നത് ഇതിന്റെ ചെലവിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിനും എത്ര കോസ്റ്റ് ആവും എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസിഷൻ ലെറ്ററിനുള്ള ആപ്ലിക്കേഷൻ, അതിന് ഒരു $410 ആണ് ആവുന്നത്. അത് നോൺ റിഫണ്ടബിൾ ആണ് അവരുടെ വെബ്സൈറ്റിൽ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫീസാണ് നമ്മൾ ഫസ്റ്റ് അടയ്ക്കേണ്ടത്. പിന്നെ എൻക്ലെക്സ് എക്സാമിന് വരുന്നത് $200 ആണ്, ഏകദേശം ഒരു 17,000 രൂപ ആണെന്ന് തോന്നുന്നു. ആ ഒരു പൈസയാണ് ഇതിന് നമ്മുടെ എൻക്ലെക്സ് എക്സാമിന് വരുന്നത്. പിന്നെ വരുന്നത് OSCE ആണ്, അതാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്സാം. ആ എക്സാമിന് നമ്മൾ ഡേറ്റ് ബുക്ക് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ $4,000 ആണ് ഒരു സിറ്റിങ്ങിന് ഫീസായിട്ട് ഈടാക്കുന്നത്. അപ്പൊ ആ ഒരു $4,000 നമ്മൾ
പേ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഓസ്കിക്ക് എക്സാം ഡേറ്റ് കിട്ടുന്നത്. അത് മാത്രമല്ല ഓസ്കി എക്സാമിന് വേറെ ചെലവ് വരുന്നത് നമ്മളുടെ ഇങ്ങോട്ടുള്ള വിസ എക്സ്പെൻസ്, നമ്മുടെ ഫ്ലൈറ്റ് എക്സ്പെൻസ്, നമ്മളുടെ അത്രയും ദിവസത്തെ ഇവിടെയുള്ള സ്റ്റേ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു എക്സാമിനോടനുബന്ധിച്ചിട്ട് നമുക്ക് ചെലവാവുന്നതാണ്. അപ്പൊ അതാണ് ഏറ്റവും എക്സ്പെൻസീവും ചാലഞ്ചിങ്ങും ടാസ്ക് നിറഞ്ഞതുമായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് മിക്കവരും തന്നെ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒന്ന് പുറകിലേക്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ഞാൻ തന്നെ നാട്ടിൽ നിന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വലിയൊരു പ്രോസസ്സാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാനും ഓസ്ട്രേലിയ എന്നുള്ള സ്വപ്നം വിട്ടിട്ട് UK കയറിപ്പോയത്. കാരണം കുറച്ച് ടാസ്ക് നിറഞ്ഞതാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന് നമുക്കൊരു പ്രതീക്ഷയില്ലാണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. കാരണം നമ്മൾ ഫസ്റ്റ് OET ആണ് നമ്മൾ പാസ്സാവുന്നതെന്നുണ്ടെങ്കിൽ, OET അല്ലെങ്കിൽ IELTS ഇതിനെല്ലാം 2 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. അപ്പൊ ഈ 2 വർഷത്തിന്റെ ഉള്ളിൽ നമ്മളുടെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ലാംഗ്വേജ് ടെസ്റ്റ് എഴുതണം. അത് നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും, നമ്മൾ പാസ്സായിക്കോണമെന്നില്ല. അപ്പോൾ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ളവര് സക്സസ്ഫുൾ ആകും എന്നുള്ളതിന് തെളിവുമുണ്ട്. ഒരുപാട് പേര് ഈ ഒരു പ്രോസസ്സ് വഴി ഇവിടെ വന്നിട്ടുള്ളവരും ഉണ്ട്. അപ്പൊ കുറച്ചൊക്കെ നമുക്ക് റിസ്ക് എടുക്കാം അല്ലെ. പ്രത്യേകിച്ച് ഇപ്പൊ UK, അയർലൻഡ് ഒക്കെ റിക്രൂട്ട്മെന്റ് കുറച്ച് വെച്ചേക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. എങ്കിലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി ഓസ്കി എഴുതണം. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് ഇപ്പം അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റെപ്പായിട്ട് മാറിയേക്കുവാണ്. അപ്പൊ അതാണ് ഇതിനകത്തൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇതിനകത്തെ ആ ഒരു എക്സ്പെൻസ് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഇതിനകത്ത് ക്ലിയർ ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അതെ, ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചെയ്തതിനകത്ത്, ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഞാനൊരു ഏജന്റിന്റെ റെപ്രസെന്റേറ്റീവോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ജോലികൾ ചെയ്യുന്ന ഒരു വ്യക്തിയേ അല്ല. ഒരു സാധാരണ നേഴ്സാണ്, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. കാരണം ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. ഇപ്പൊ മെസ്സഞ്ചറിലൊക്കെ കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു, കോണ്ടാക്ട് ചെയ്തോട്ടെ, ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇത് മെസ്സേജ് ആയിട്ട് റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നിങ്ങൾ പബ്ലിക്കലി കമന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒറ്റ കമന്റിൽ എല്ലാവർക്കും ആൻസർ കിട്ടുന്നതായിരിക്കും. അതല്ലാതെ നമുക്ക് പേഴ്സണലി വന്നിട്ട് ഓരോരുത്തർക്കും റിപ്ലൈ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ കിട്ടുന്ന ഇത് എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഞാൻ UK ഇതുപോലെ എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുടെ അടുത്തൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ അതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓൾറെഡി ഒരു ചാനൽ ഉണ്ട് എന്നാ പിന്നെ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ പബ്ലിക്കലി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേർക്ക് അത് ഉപകാരപ്രദമാവൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു പാഷനാണ് കേട്ടോ, അല്ലാതെ എൻ്റെ പ്രൊഫഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള പരിമിതികളുണ്ട്. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയാണ് എന്ന് ഉറപ്പായിട്ട് പറയും. അതല്ലാത്തത് ഞാൻ ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേ 186 ഒക്കെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. കാരണം ഞാൻ അത് ചെയ്ത ഒരു കാര്യമാണ്, എനിക്കറിയാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്ര കോൺഫിഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, അത് ഞാൻ വീണ്ടും പറയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് പോവുക, എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ റിലവന്റ് ആണെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനകത്തും ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.